ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ഇവർക്കിപ്പോൾ ആദിത്യൻ 13-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സന്തോഷം, കാര്യവിജയം, എല്ലായിടത്തും തടസ്സങ്ങൾ മാറി എല്ലാം കാര്യങ്ങളൊക്കെ സാധ്യമായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക, ഉത്തമമായിട്ടുള്ള ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക, ധന നേട്ടങ്ങൾ പലയിടത്തും ഉണ്ടാകുക. അപ്രതീക്ഷിതമായിട്ട് തന്നെ പല ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. ലോക ബഹുമാനം ലഭിക്കുക, രോഗം ഒക്കെ ശമിക്കുക, ശരീരത്തിനൊക്കെ സ്വസ്ഥത ഉണ്ടാകുക, സ്വാസ്ഥ്യം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം പലപ്പോഴും ഉണ്ടാകാറുണ്ട്, അതിന് സാധ്യതയുണ്ട്. പക്ഷേ 14-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് ഒരു വിപരീതമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക, പലയിടത്തും പല കാര്യ തടസ്സങ്ങളുണ്ടാകുക, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക തുടങ്ങിയ അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. പിന്നെ ഓം നമഃശിവായ ജപിക്കുക, കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. ദോഷങ്ങൾ 14-ാം തീയതി മുതലാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ കുജൻ 4-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ്. നല്ല ടെൻഷനൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് 4-ാം തീയതി വരെ ചെറിയ ക്ലേശങ്ങൾക്കും സന്താനങ്ങൾക്ക് അസ്വസ്ഥതയോ അസുഖങ്ങളോ സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. പക്ഷേ 5-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ്. ഈ ദോഷങ്ങളൊക്കെ മാറും. ധനനേട്ടം ഉണ്ടാകുക, അതുപോലെ വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക, പുതിയതായിട്ട് നല്ല പ്രശസ്തി കിട്ടുക, സന്തോഷം ഉണ്ടാകുക, ശത്രുഭയമൊക്കെ ഇല്ലാതെയാകുക, പൊതുവേ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങൾ, രോഗം ഒക്കെ ശമിക്കുക, രോഗമുക്തി ഉണ്ടാകുക, പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ വളരെ നല്ലതാണ് ഈ കുജൻ്റെ ഒരു സഞ്ചാരം. അത് 5-ാം തീയതി മുതൽ അങ്ങോട്ട്. പിന്നെ ബുധൻ 20-ാം തീയതി വരെ അത്ര ദോഷപ്രദൻ അല്ല. എന്നാൽ 20-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ശരീര സംബന്ധമായ പല ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ഭാഗ്യാനുകൂലം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം വളരെ സന്തോഷം ഉണ്ടാകുക, സന്താനങ്ങളുടെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുക, ഗ്രഹലാഭത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഈശ്വരാനുഗ്രഹം നന്നായിട്ട് ഉള്ള ഒരു സമയമാണ്. അതുപോലെ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ഒരു സന്തോഷമോ നേട്ടമോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത കാണുന്നു. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു കിട്ടുന്നതാണ്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്.
പിന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അത് ഈ 13-ാം തീയതിക്കുള്ളിൽ തന്നെ അതിന് സാധ്യത തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിനായാലും അവർക്ക് വിദേശത്ത് പോകുവാനോ അവരുടെ ജോലിക്കോ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ഇതുവരെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് തുടക്കം കുറിക്കുന്നതാണ് അനുകൂലമായിട്ട് തന്നെ. സന്താനഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് അതിനും ഒരു സന്താനഭാഗ്യത്തിന് ഒരു തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങളാണ് തരിക ഈ വ്യാഴം. പിന്നെ 10-ാം തീയതി വരെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ്. തൊഴിലിൽ ഉയർച്ച, ധാന്യാദി ലാഭം ഉണ്ടാകുക, കുടുംബ സൗഖ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം സന്തോഷം, നേട്ടങ്ങൾ, സന്താനഭാഗ്യം തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസിലും അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ശുക്രൻ ദോഷപ്രദനായിട്ടാണ്. ഇതിനൊക്കെ ഒരു വിപരീതമായിട്ടുള്ള ഒരു ഫലമാണ് തരിക. ശത്രുക്ലേശം ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, സന്താനങ്ങൾ കാരണം മനപ്രയാസം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ ഒരു കടുംപായസമോ നെയ്വിളക്കോ തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ഈ ദോഷം കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. അതുപോലെ ലക്ഷ്മി സ്തവം ജപിക്കുക, ലക്ഷ്മി നാമം മന്ത്രങ്ങളൊക്കെ ജപിക്കുക. അതൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തന്നെയാണ് തുടരുന്നത്. മനക്ലേശം, ഭാര്യയ്ക്ക് ക്ലേശങ്ങൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ ദൂരയാത്ര, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി ഈ വഴിപാടുകളൊക്കെ ചെയ്യലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല ചാർത്തലോ ഒക്കെ ചെയ്താൽ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ ദോഷങ്ങളൊക്കെ വളരെ ചെറിയ തോതിലേ ഉണ്ടാകാറുള്ളൂ. കാരണം ഇപ്പോൾ വ്യാഴൻ വളരെയേറെ ഭാഗ്യസ്ഥാനത്ത് വളരെയേറെ അനുകൂലനായിട്ട് നിൽക്കുകയാണ്. ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശനിയുടെ ദോഷത്തിനൊന്നും അത്ര ശക്തി ഉണ്ടാകില്ല. പിന്നെ രാഹുകേതുക്കൾ അത്ര അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ഇത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാഹുകേതുക്കളുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ